രണ്ടാനച്ഛൻ ഞങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. വളരെ വേദനയോടെ ഭാര്യയും ഭർത്താവും ഇന്ന് FBയിൽ ലൈവ് ഇട്ടത് ഇങ്ങനെ. എന്റെ ഹസ്ബൻഡിന്റെയും ജീവന് ഭീഷണിയുണ്ട്. ബാക്കി എന്റെ ചേട്ടയെ പറയും. ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഉപദ്രവം നേരിടുന്നു, എനിക്ക് രണ്ടാഴ്ചയിൽ നിന്ന് ഉപദ്രവം നേരിടുന്നു, എന്നെ എങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടീനെ, മീനുവിനെ, എൻ്റെ ഭാര്യേനെ രണ്ടാനച്ഛൻ ഒരു 14-ാം വയസ്സിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു. ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തി കയറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ. 1 വർഷം പീഡിപ്പിച്ച ഈ വ്യക്തി സുഖമായിട്ട് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്നു. ഈ വ്യക്തി ഇതിനു മുമ്പ് ഒരു കൊലപാതകത്തിലെ പ്രതിയായിരുന്നു. അതിനു മുമ്പ് പല കേസുകളും ഇയാളുടെ പേരിലുണ്ട്. ഇപ്പോഴും രാത്രി 11 മണിക്ക് ഇയാൾ ഇറങ്ങും, ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പോകും. ഇയാൾ ഒരു ഗുണ്ട രീതിയാണ്. ഇന്ന് എനിക്ക് അത്രയും മാനസികമായ രീതിയിലും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥ വന്നതുകൊണ്ട്, ഞങ്ങൾക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞങ്ങളൊരു മാനസിക നില തെറ്റിപ്പോകുന്ന അവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിൽ പറ്റുന്നില്ല. ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ, സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ, ചെറുപ്പത്തിലെ എൻ്റെ പേര് തുഷാർ ജോർജ് എന്നാണ്. ഇപ്പോൾ നിലവിലെ പുന്നമറ്റം താമസിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ഭാര്യയുടെ അമ്മയും എൻ്റെ അമ്മയും കൂടെ മൂവാറ്റുപുഴ വെച്ച് കണ്ടുമുട്ടുന്നു. ഞാൻ ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നു. മീനു എന്നാണ് പേര്. ഞാൻ അനാഥാലയത്തിൽ ചെല്ലുന്നു. പെരുമ്പാവൂർ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, കല്യാണാലോചന ഉണ്ടെന്ന് പറഞ്ഞു. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി അനാഥാലയത്തിൽ ചെല്ലുന്നു. എനിക്ക് ആ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സ്വന്തം അമ്മ ബോബിനി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഈ കൊച്ചിനെ രണ്ടാനച്ഛൻ്റെ വീട്ടിലെ പിറവത്ത് മാമലക്കവലയിൽ രണ്ടാനച്ഛൻ്റെ സനീഷ് എന്ന് പറഞ്ഞ രണ്ടാനച്ഛൻ്റെ വീട്ടിൽ പിന്നെയും കൊണ്ടുപോയി നിർത്തി. അതിൻ്റെ പേരിൽ ഇവരുടെ അമ്മ ബോബിനി ഈ പറയുന്ന പിറവം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ഈ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരാണ്. അപ്പോൾ അവിടെ ചെന്നു, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, പോലീസുകാർ സഹായിച്ചു. ഞങ്ങൾ വിവാഹം കഴിച്ചു, ലീഗലായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു. ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടീനെ, മീനുവിനെ, എൻ്റെ ഭാര്യേനെ രണ്ടാനച്ഛൻ ഒരു 14-ാം വയസ്സിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു. അപ്പോൾ അത് പോസ്കോ കേസിൽ രജിസ്റ്റർ ആയിരുന്നു. പിറവം പോലീസ് സ്റ്റേഷനിൽ പോർക്കോ കേസിൽ രജിസ്റ്ററായി. അയാൾ 3 മാസമാണ് ജയിലിൽ കിടന്നുള്ളൂ. അത് കഴിഞ്ഞ് അയാൾ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ രണ്ടാനച്ഛൻ പിന്നെയും ഞങ്ങൾ ഉപദ്രവവും പ്രശ്നങ്ങളും ഞങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞങ്ങളെ ഫോണിൽ വിളിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി. ഞങ്ങളെ മറ്റു രീതികളിൽ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ഈ കുട്ടിക്ക് ഇത് ആരുടെ അടുത്തും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. ഞാൻ പിറവം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ പിറവം പോലീസുകാർ പറഞ്ഞു, നിനക്ക് ജോലിക്ക് പോകാൻ പറ്റൂല. പിറവം പോലീസുകാർ പറയുന്നു, നിന്റെ പ്രശ്നങ്ങൾ വരുന്നു. ഈ സനീഷിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇടയായിട്ടും ഇയാൾ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു, വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നലെ DYSP ഓഫീസിൽ പോയി. ചാലക്കുടിയിൽ ഇവരുടെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഈ കുട്ടിയുടെ ചാലക്കുടി DYSP ഓഫീസിൽ പോണു. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് DYSP ഓഫീസിലെ സാറ് പറഞ്ഞു, ഇത് നിങ്ങളുടെ ജൂറിസ്ട്രക്ഷൻ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിറവം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. പിറവം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഞാനത് കഴിഞ്ഞ് ഹെൽപ്പ് ലൈനിൽ, നമ്മുടെ 112 പോലീസിൻ്റെ ഹെൽപ്പ് ലൈനിലായിട്ട് വിളിക്കുന്നു. അവിടുന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലായിട്ട് അവർ വിളിക്കുന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ കഥകളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ തുറന്നു പറയണം. എന്നാ പ്രശ്നം എന്ന് പറഞ്ഞു. നടുറോട്ടിൽ നിന്ന് ഞങ്ങൾക്കൊന്നും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല എന്നൊരവസ്ഥയായി. എൻ്റെ അമ്മ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കി. ഞങ്ങൾക്ക് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ തെണ്ടി കുത്തുവാള പിടിച്ചിപ്പോൾ ഇറങ്ങി. ഞങ്ങൾ മൂവാറ്റുപുഴ താമസിക്കുന്ന ഞങ്ങൾ പ്ലസ് 14 വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തി കയറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ. 1 വർഷം പീഡിപ്പിച്ച ഈ വ്യക്തി സുഖമായിട്ട് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്നു. ഈ വ്യക്തി ഇതിനു മുമ്പ് ഒരു കൊലപാതകത്തിലെ പ്രതിയായിരുന്നു. അതിനു മുമ്പ് പല കേസുകളും ഇയാളുടെ പേരിലുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങളുടെ മാനസിക വിഷമം ഭയങ്കരമാവുന്നു. ഈ വ്യക്തി ഈ കുട്ടിയുടെ ജീവിതം ഇത്രയും കാലം നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പല രീതിയിലും ഈ പിറവം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല. കാരണം അത് ഇയാൾക്ക് സപ്പോർട്ടായിട്ടേ പറഞ്ഞുള്ളൂ. ഇത് ഏതെങ്കിലും ലീഗലി മൂവ് ചെയ്യാനോ ഇതിലുള്ള ഒരു സംവിധാനമോ ഞങ്ങളുടെ കയ്യിലില്ല. ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ ജനങ്ങൾ ഇതൊന്നും അറിയണം, ഇതൊന്നും മനസ്സിലാക്കണം. ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റണം. കുട്ടിക്ക് ജീവിതം കൊടുക്കാനായിട്ട് നോക്കി. അതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ?
എനിക്ക് കിട്ടേണ്ട ഇത് നീതി ഇതാണോ? ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്തോട് ആദ്യമായിട്ട് ചോദിക്കുക, ഈ ലോകത്തോട് ഈ കേരള ജനതയോട് ചോദിക്കുക, എന്ത് ചെയ്യണം? ഞങ്ങൾ ഇത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങളുടെ കടമുണ്ട്. ഞാൻ ഒരിക്കലും പൈസയ്ക്ക് ആരുടെയും മുമ്പിൽ ചെന്നിട്ടില്ല. ഏതെങ്കിലും ഒരു വഴിയിൽ നിയമസഹായം തേടി ഞങ്ങളൊന്ന് സഹായിക്കണം. ഇത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്, ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമാണ്. ഇനി അഭിമാനമൊന്നുമില്ലല്ലോ, കാരണം ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ. ഇത്രയും ഉപദ്രവിക്കപ്പെട്ട ആ കൊച്ച് 14 കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ചു. 14 കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ചു. അനാഥാലയത്തിൽ ജീവിച്ച കൊച്ച് ഒരു രീതിയിലും പറ്റാത്ത ഒരവസ്ഥയിൽ ആ കൊച്ച് നടക്കുന്നു. ഒരു രീതിയിലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നടക്കുന്നു. എനിക്കിപ്പോൾ തിരിച്ച് US കയറി പോകാനായിട്ട് ഷിപ്പിലായിട്ട് ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. എനിക്ക് കയറി പോകാൻ പറ്റുന്നില്ല. ഈ കൊച്ചിനെ തന്നെ ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു രീതിയിലും ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ജനങ്ങളെ ഒന്ന് അറിയിക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റും. ഒരു മനസ്സിന്റെ ധൈര്യം കൊണ്ട് മാത്രം ഇത്രയും ഫേസ്ബുക്കിൽ കൂടെ പറയുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ലോകത്തിന്റെ ജനത്തിലെത്തി, എങ്ങനെയെങ്കിലും ഈ ജനത്തിലെത്തി ഈ രണ്ടാഴ്ചന്റെ ഉപദ്രവം. സനീഷ് എന്ന് പറഞ്ഞ പുറവം മാമലക്കല്ലിൽ താമസിക്കുന്ന ആളാണ്. മാമലക്കല്ലിൽ താമസിക്കുന്ന സനീഷ് എന്ന് പറഞ്ഞ ആളാണ്. എങ്ങനെയെങ്കിലും ഈ വിഷയം എങ്ങനെയെങ്കിലും ജനത്തിന്റെ മുമ്പിൽ എത്തിക്കണം. ജനം ഇത് കാണണം, ജനം ഇത് മനസ്സിലാക്കണം. ഇതെന്താ ഇത്? പുറത്ത് ചെല്ലുമ്പോൾ ഒരു കംപ്ലൈന്റ് ചെല്ലുമ്പോൾ ഇയാൾക്ക് രാഷ്ട്രീയ സപ്പോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണോ ഇത് ചെയ്യണേ? വളരെ വിഷമത്തോടെയാണ് യുവാവും യുവതിയും അതിലൂടെ കാര്യങ്ങൾ പറയുന്നത്. പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ശരിക്കും പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പീഡന ശ്രമത്തിന്റെ പേരിൽ കേസ് നൽകുകയും അത് തെളിയിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാളെ വെറുതെ വിടുകയും ചെയ്തിരിക്കാം. എന്ത് തന്നെയെല്ലാം അതൊന്നും തന്നെ ആ യുവാവ് ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിക്കുന്നില്ല. പക്ഷെ പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം, 2 പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ 1ാമത്തെ സ്റ്റേഷനിൽ നിന്ന് ഇത് ഇവിടുത്തെ കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആ നാട്ടിൽ പോയപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞ് അവിടെ നിന്ന് യുവാവിനെ പറഞ്ഞു വിടുകയും ചെയ്തു. ആ സമയത്ത് യുവാവ് പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് കോൾ ചെയ്യുകയും അതനുസരിച്ച് അവരോട് കാര്യം പറയുകയും ഉടനെ തന്നെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം എത്തുകയും ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ ഫോൺ ചെയ്ത് വിളിക്കുകയും എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ പറയണമെന്ന് പോലീസുകാർ പറയുകയും ചെയ്തു എന്നാണ് യുവാവ് പറയുന്നത്. അതിനെ മുഴുമിപ്പിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് യുവാവ് കടക്കുകയും ചെയ്യുന്നു. എന്ത് തന്നെയായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നടു റോട്ടിൽ നിന്ന് പോലീസുകാർ സംസാരിക്കാൻ സാധ്യതയില്ല. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയോ അതല്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യാറ്. ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിച്ച് ഞങ്ങൾ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെതിരെ പ്രഷർ വരികയും അവർ കേസെടുക്കാൻ നിർബന്ധിതരാവുകയും അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ അവർ ഇടപെടുകയും ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇവിടെ അതും സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ യുവാവിൻ്റെ വാക്കുകളിൽ വരുന്ന പിഴവ് കൊണ്ടേ ആയിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമായ രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം നൽകിയിട്ടും ഉണ്ടാവുകയില്ല. പിന്നൊരു കാര്യം പറഞ്ഞത്, എൻ്റെ അമ്മയും അവളുടെ അമ്മയും തമ്മിൽ കാണുന്നു, അതനുസരിച്ച് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ ആ സമയത്തും ഇവളുണ്ടായിരുന്നത് അനാഥാലയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി അവളെ കാണുകയും അനാഥ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ അച്ഛനും അമ്മയുമുള്ള അനാഥ പെൺകുട്ടിയാണെന്നും ഇദ്ദേഹം വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കാരണം അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവർ വെറുതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് കാര്യം പറയുന്നത്. അതേപോലെ തന്നെ അമ്മ ഉണ്ട് എന്ന രീതിയിൽ പലയിടത്തും ഉൾക്കൊള്ളിക്കുന്നുമുണ്ട്. പിന്നെ ഈ രണ്ടാനച്ഛൻ്റെ അടുത്ത് വീണ്ടും 14-ാം വയസ്സിൽ പീഡിപ്പിക്കുകയും അതനുസരിച്ച് കേസ് നൽകുകയും ചെയ്തിട്ടും വീണ്ടും ഈ അമ്മ തന്നെ രണ്ടാനച്ഛൻ്റെ അടുത്തേക്ക് അനാഥാലയത്തിൽ നിന്നും അവളെ വിളിച്ച് കൊണ്ടുചെന്നാക്കി എന്ന് പറയുമ്പോൾ അതും അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം അനാഥാലയത്തിൽ വളർന്ന ഒരു കുട്ടിയെ അവളുടെ അനുവാദമില്ലാതെ അനാഥാലയത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ അമ്മയ്ക്കും അച്ഛനും ഒന്നും സാധിക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. കാരണം അമ്മ ഇവളെ ഞാൻ കൊണ്ടുപോവുകയാണ്, ഇത്രയും വർഷം ഇവിടെ വളർന്നില്ല, ഇനി മതി എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോൾ അവളുടെ സ്വാതന്ത്ര്യം കൂടി അവിടെ അനാഥാലയത്തിലെ നടത്തിപ്പുകാർ തീർച്ചയായിട്ടും നോക്കും. കാരണം പിന്നീട് അവളാണ് എവിടെ പോവണം എവിടെ പോവണ്ട എന്നൊക്കെയും തന്നെ തീരുമാനിക്കുന്നത്. അവളെ ഇത്രയും ദിവസം വളർത്തിയത് അനാഥാലയമായത് കൊണ്ട് തന്നെ പിന്നീട് അമ്മയ്ക്ക് ആധിപത്യം സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. പിന്നീട് അമ്മയല്ല അവളുടെ കാര്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാനച്ഛൻ്റെ അടുത്തേക്ക് വീണ്ടും പറഞ്ഞയക്കുമ്പോൾ അവൾക്ക് പോകാൻ മനസ്സിലായിരുന്നുവെങ്കിൽ അവൾക്ക് അനാഥാലയത്തിൽ തന്നെ നിൽക്കാമായിരുന്നു. ഒരുപക്ഷെ അമ്മയുടെ നിർബന്ധത്തിന് വഴിയാവാം അവൾ പോയത് എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അവളുടെ അച്ഛൻ ജീവനോടെയുണ്ട്. അപ്പോൾ അച്ഛനോട് അവൾക്ക് പോയി കാര്യം പറയാവുന്നതാണ്. പക്ഷെ അതും ചെയ്തില്ല. അതിലുമുപരി ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചത് അമ്മയെ എതിർത്തിട്ടാണെന്ന രീതിയിലും ഈ യുവാവ് തന്നെ പറയുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിലുണ്ടായ മകളോട് തീർച്ചയായിട്ടും കാമം തോന്നുക, അതനുസരിച്ച് അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലായി. അതിനുശേഷം അവളോട് തീർത്താൽ തീരാത്ത പകയുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലും അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല കൊലപാതകത്തിലൊക്കെ പ്രതിയായ
പോലീസിനെ ഒന്നും തന്നെ ഭയമില്ലാത്ത നാട്ടിലെ ഒരു സാധാരണ ഗുണ്ടകളെക്കുറിച്ച് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അവർ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ തിരിച്ച് പ്രതികരിക്കാൻ ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ അവരുടെ ആക്രമണങ്ങൾ പലപ്പോഴും കൂടിയേക്കാം. അതേപോലെ തന്നെയാണ് ഈ യുവാവിൻ്റെ കാര്യവും. യുവാവിന് ശക്തമായ രീതിയിൽ പ്രതികരിക്കുവാനുള്ള കഴിവൊന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള വിഷയങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇദ്ദേഹം പോലീസിനെ സമീപിക്കുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു മറുപടിയോ അതല്ലെങ്കിൽ ന്യായമായ രീതിയിലുള്ള ഒരു ഇടപെടലുകളോ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഈ യുവാവ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലൈവിലൂടെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പലതും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള പല വാക്കുകളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമായി ലൈവ് ഇടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ മിസ്റ്റേക്കുകളാവാം. എങ്ങനെ എന്ത് കാര്യം പറയണമെന്ന രീതിയിലുള്ള ഉറച്ച ബോധമില്ലാതിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും പലതരത്തിലുള്ള മിസ്റ്റേക്കുകളും സംഭവിച്ചേക്കാം. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലും ഇദ്ദേഹം പോയി പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും പോലീസുകാർ ഇവർക്ക് വ്യക്തമായ രീതിയിലുള്ള സപ്പോർട്ടും നൽകാത്തത്. പിന്നെ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു ഗുണ്ടയെ ഭയന്ന് ജീവിക്കാൻ പറ്റാതാവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പഴയ കാലങ്ങളിലെ സിനിമകളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരം അറിയുന്ന നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരികയും ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളും മുൻകരുതലുകളും തീർച്ചയായിട്ടും ഉണ്ടാവണം.